ദൈവത്തിരുനാമം മഹത്വപ്പെടട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. അപ്പോസ്തലനായ പൗലോസ്ലീഹ തീമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ അവസാനത്തെ അധ്യായമായ 6-ാം അധ്യായം നമ്മൾ വായിക്കുന്നു. അവിടെ പൗലോസ്ലീഹ പറയുന്ന അടിമകളെ സംബന്ധിച്ചുള്ള ഒരു നിർദ്ദേശമാണ്. അന്നത്തെ കാലഘട്ടങ്ങളിൽ അടിമകളും അവരുടെ യജമാനന്മാരും ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ നമുക്കറിയാം, ഒരു 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ വരെയും ഈ അടിമത്തം നമ്മുടെ നാട്ടിലൊക്കെ ഇത് നിലനിന്നിരുന്നതാണ്. അങ്ങനെ ഉള്ള ആളുകൾ യജമാനന്മാർ അടിമകളോട് എങ്ങനെ ആയിരിക്കണം, അടിമകൾ യജമാനന്മാരോട് എങ്ങനെയായിരിക്കണം എന്നുള്ള അന്നത്തെ സാഹചര്യത്തിൽ പൗലോസ്ലീഹ അവരെ ഓർമ്മപ്പെടുത്തുന്നു. അടിമകളോട് പറയുന്നത്, നിങ്ങൾ വിശ്വസ്തരും നീതിയുള്ളവരുമായി ആത്മാർത്ഥമായി നിങ്ങളുടെ യജമാനന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരായിരിക്കണം. അപ്പം അതുപോലെ തന്നെ യജമാനന്മാരും അവരുടെ അടിമകളോട്, ദാസന്മാരോട് ആ രീതിയിൽ പെരുമാറണം. ഇതിനു മുൻപും ഇതേ ഭാഗങ്ങളൊക്കെ, മുമ്പുള്ള ലേഖനങ്ങളൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളതാണല്ലോ. 4-5 വാക്യങ്ങളിൽ വ്യാജ ഉപദേഷ്ടാക്കന്മാരെ കുറിച്ചാണ് പൗലോസ്ലീഹ ഇവിടെ പറയുന്നത്. അവിടെ പറയുന്നത്, നമ്മുടെ കർത്താവിൻ്റെ വചനങ്ങളെ ശരിയായ രീതിയിൽ അഥവാ ദൈവഭക്തിക്ക് ചേർന്ന ഉപദേശങ്ങളോട് യോജിക്കാത്തവരാണ് പല ആളുകളും. അവരുടെ ആവശ്യാനുസരണം ദൈവവചനങ്ങളെ അവർ കോട്ടിമാറ്റുന്നുണ്ട്. അവർ ദൈവത്തിൻ്റെ തിരുവെഴുത്തുകളെ വേണ്ട വിധത്തിൽ സഭയുടെ ഉപദേശ വെളിച്ചത്തിൽ പഠിക്കാതെ അവർക്ക് അനുയോജ്യമായ രീതിയിൽ അവരുടെ മനസ്സിലാക്കിയ രീതിയിൽ അവർ മറ്റുള്ളവരെ അത് പഠിപ്പിക്കുകയും തെറ്റായ രീതിയിലേക്ക് ആളുകളെ കൊണ്ടുപോവുകയും അത് മുഖാന്തരം അവർ ധനസമ്പാദനത്തിൻ്റെ മാർഗമായി അതിനെ ഉപയോഗിക്കുകയും ചെയ്യുന്നു. അത് ഇന്നത്തെ കാലത്ത് നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. അത് പൗലോസ്ലീഹയുടെ കാലം മുതൽ അങ്ങനെയുള്ള ആളുകളുണ്ട്. ആധ്യാത്മികതയെ അവരവരുടെ ലാഭത്തിനു വേണ്ടി, പണസമ്പാദനത്തിനു വേണ്ടി ഉപയോഗിക്കുന്നവർ സഭയുടെ ഔദ്യോഗികമായ പഠിപ്പിക്കലുകളെയോ രീതികളെയോ ഒന്നും അവർ പലപ്പോഴും അംഗീകരിക്കാറില്ലായിരുന്നു. എന്നാൽ അതിൻ്റെ 6 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ്ലീഹ പറയുന്നത്, നമ്മുടെ നേട്ടം സംതൃപ്തിയോടുകൂടിയ ദൈവഭക്തി ഒന്ന് മാത്രമാണ്. അതായിരിക്കണം ആദ്യമേ അവൻ്റെ രാജ്യവും, അതോടുകൂടി സർവവും നിങ്ങൾക്ക് ലഭിക്കുമെന്ന കർത്തൃവചനം നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതാണ്. അതുകൊണ്ട് സമ്പത്തിനോടുള്ള നമ്മുടെ മനോഭാവം എന്തായിരിക്കണമെന്ന് കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറഞ്ഞു. നിങ്ങൾ പക്ഷിയെപ്പോലെ ആകുവാൻ 6-ാം അധ്യായത്തിൽ, മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം നമ്മൾ വായിച്ചു. ഞാൻ എന്ത് തിന്നും, ഞാൻ എന്ത് ഉടുക്കുമെന്ന് ജാതികൾ അന്വേഷിക്കുന്നു. നിങ്ങളോ മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടൊപ്പം നിങ്ങൾക്ക് സകലതും ദൈവം നിങ്ങൾക്ക് നൽകിക്കൊള്ളും. ഇവിടെ പൗലോസ്ലീഹ പറയുന്നു, നാം ജനിച്ചപ്പോൾ ഒന്നും കൊണ്ടുവന്നില്ല, പോകുമ്പോൾ ഒന്നും നമ്മൾ കൊണ്ടുപോകില്ല. അതുകൊണ്ട് ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതി എന്ന് വയ്ക്കുക. കാരണം നാളത്തെ ദിവസം നമ്മളുടേതല്ല. നാളത്തെ ദിവസത്തെ ഓർത്ത് വ്യാകുലപ്പെട്ട് ഇന്ന് ജീവിക്കാനുള്ളവരല്ല നമ്മൾ. ഇന്നത്തെ സന്തോഷവും ഇന്നത്തെ ദുഃഖവും നമ്മൾ ഇന്ന് അനുഭവിച്ചാൽ മതി. നാളത്തെ ദുഃഖം ഇന്ന് ഒരു ഭാരമാവേണ്ടതില്ല എന്ന് കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞ കാര്യം പൗലോസ്ലീഹ ഇവിടെ തീമോഥെയോസിനെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. 9-10 വാക്യങ്ങളിൽ ദ്രവ്യാഗ്രഹത്തിൻ്റെ ആ കെടുതികളെക്കുറിച്ച് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു. ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രലോഭനങ്ങളിലും കെണികളിലും പോയി അകപ്പെട്ടു പോകും. അത് മനുഷ്യനെ അധപ്പതനത്തിലേക്കും നാശത്തിലേക്കും തള്ളിയിടുന്ന നിരവധി വ്യാമോഹങ്ങളിലേക്കും അവനെ കൊണ്ടെത്തിക്കും. അദ്ദേഹം പറയുന്നു, എല്ലാ തിന്മകളുടെയും മൂലകാരണം, അതിൻ്റെ അടിസ്ഥാനം ധനമോഹമാണ്. ഇപ്പം ആധുനിക ഈ കാലഘട്ടത്തിൽ നമുക്കത് കാണാം. ധനവുമായി ബന്ധപ്പെട്ട്, അധികാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെയാണ് സഭകളിലൊക്കെ തർക്കങ്ങളുള്ളത്. വിശ്വാസപരമായ കാര്യങ്ങളിൽ ആദ്യകാലങ്ങളിലൊക്കെ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനുവേണ്ടി സിനഡ് കൂടുകയും വിശ്വാസ പ്രഖ്യാപനങ്ങൾ സഭ നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ന് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ആർക്കും വലിയ തർക്കങ്ങളൊന്നുമില്ല. കാരണം വിശ്വാസം ആർക്കും വലിയ പ്രശ്നമല്ല.
എല്ലാം അധികാരത്തിനു വേണ്ടിയും സമ്പത്തിനു വേണ്ടിയും അത് ലക്ഷ്യമാക്കി ഈ ഒരു സ്ഥാനത്തേക്ക് വരുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക. അപ്പോൾ പിന്നെ അത് എങ്ങനെ എനിക്ക് നേടാമെന്നുള്ളതിന് തുല്യമുള്ളതായ തർക്കങ്ങളാണ് എല്ലാ സഭകളിലും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞു, 9-10 വാക്യങ്ങൾ പറയുന്ന ദ്രവ്യാഗ്രഹത്തിൻ്റെ കെടുതികൾ എന്താണ്? 1, പ്രലോഭനങ്ങളിലും കെടുതികളിലും ചെന്ന് വീഴുന്നു. 2, അപകടത്തിലേക്ക് നാശത്തിലേക്ക് നമ്മളെ നയിക്കുന്ന മോഹങ്ങളിൽ നമ്മൾ ചെന്ന് വീഴുന്നു. പിന്നെ ഈ പണവുമായുള്ള ബന്ധത്തിൽ സത്യവിശ്വാസം ഉപേക്ഷിച്ച് ഇതിൽ നിന്ന് മാറിപ്പോകുന്നവരുമുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ ചിന്തിച്ച് സഭയിൽ അംഗങ്ങളായിരിക്കുമ്പോൾ നമ്മുടെ ലോകം മറ്റൊരു ലോകമാണ്, ലക്ഷ്യം കർത്താവ് പറഞ്ഞതായ സ്വർഗരാജ്യമാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. പീലാത്തോസിന് മുമ്പിൽ യേശു നടത്തിയതായ സാക്ഷ്യം നമുക്കറിയാം. എൻ്റെ രാജ്യം ഐഹികമല്ല. ഒരു ക്രിസ്തീയ വേലക്കാരൻ, സുവിശേഷം പ്രസംഗിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ആധ്യാത്മിക നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ഇതെപ്പോഴും ഓർക്കണം. കർത്താവ് പറഞ്ഞത് നമ്മുടെ രാജ്യം ഐഹികമല്ല. ആ രാജ്യത്തെക്കുറിച്ച് ആ സ്വർഗീയ ദർശനം ലഭിച്ച പൗലോസ്ലീഹ പിന്നെ പറഞ്ഞല്ലോ, നമ്മുടെ ഭവനം, രാജ്യം, പൗരത്വം ഒക്കെ ഇവിടെ നിന്ന് വ്യത്യസ്തമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ആ ഒരു മനോഭാവത്തോടെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ വിശ്വാസപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ വെച്ച് ജീവിക്കുവാൻ സാധിക്കും. ലോകത്തിൻ്റേതായ ഒരു മോഹങ്ങൾ നമ്മളെ കൂടുതൽ അലട്ടുകയില്ല എന്നുള്ളതാണ്. പതിനൊന്ന് 12 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്, പൗലോസ്ലീഹ തീമോഥെയോസിന് പറയുന്നു, ദൈവിക മനുഷ്യനായ നീ ഇവയിൽ നിന്ന് ഓടി അകലണം. നീതി, ദൈവഭക്തി, വിശ്വാസം, സ്നേഹം, സ്ഥിരത, സൗമ്യത എന്നിവയെ നീ ഉന്നം വയ്ക്കണം. വിശ്വാസത്തിൻ്റെ പേരിൽ നല്ല പോരാട്ടം നടത്തുകയും നിത്യജീവനെ നീ മുറുകെ പിടിക്കുകയും ചെയ്യണം. ഇതൊക്കെയാണ് പട്ടംകൊടയിലൊക്കെ ഇത് ആവർത്തിച്ച് പ്രസ്താവിക്കുന്നതാണ്. അതിനെക്കുറിച്ച് വളരെ വിശദമായ രീതിയിലൊക്കെ ഇത് പറയാറുള്ളതാണ്. അപ്പോൾ സുവിശേഷ പ്രവർത്തനം നടത്തുന്ന ആധ്യാത്മിക മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും പൗലോസിൻ്റെ ഈ ഉപദേശത്തെ സ്വീകരിക്കണം. തീമോഥെയോസിന് അദ്ദേഹം പറയുന്നു, ഇതൊക്കെ നീ ഇത് ശ്രദ്ധിക്കണം. മാത്രമല്ല, ഇനി തീമോഥെയോസിനാൽ സഭയിലേക്ക് അധ്യക്ഷ സ്ഥാനത്തേക്ക് മൂപ്പന്മാരിലേക്ക് വരുന്നവർക്കൊക്കെ ഇത് നീ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ എന്നിൽ പറയുന്നു, ഇതിലേക്കാണല്ലോ നീ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അനേകം സാക്ഷികളുടെ മുൻപാകെ നീ ഇത് ദൃഢമായി ഏറ്റുപറഞ്ഞിട്ടുള്ളതാണല്ലോ. അതെ, നമ്മുടെ സഭയിലെ പട്ടംകൊടിയിൽ സൽമൂസ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. വിശ്വാസം നമ്മൾ ഏറ്റുപറയും. ഞാൻ ഇനി ഏതൊക്കെ ചെയ്യും, ഏതൊക്കെ ചെയ്യില്ല, അതെല്ലാവരുടെയും സാക്ഷ്യമാണ്. ദൈവത്തിൻ്റെയും കർത്താവായ യേശുമിശിഹായുടെയും മാലാഖന്മാരുടെയും ഒക്കെ മുൻപാകെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആ സൽമൂസമൊക്കെ വായിച്ച് അതിൽ നമ്മൾ ഇതിടുന്നത്. അത് പൗരോഹിത്യ ശരിക്കുന്നവർക്ക് മാത്രമല്ല, ശുശ്രൂഷ രംഗങ്ങളിലുള്ള എല്ലാവർക്കും, വിശ്വാസികൾക്കും ഇത് ബാധകമാണ്. ഈ ധനത്തോടുള്ള അമിതമായ മോഹം നമ്മളെ എപ്പോഴും പൈശാചികമായ അധപ്പതനത്തിലേക്ക് നമ്മളെ കൊണ്ടുചെന്നും എത്തിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് പൗലോസ്ലീഹ പറഞ്ഞത്, നീ ഇതിനു വേണ്ടി വിളിക്കപ്പെട്ടതുള്ളതായ ഒരു വ്യക്തിയും ഇത് നീ ദൃഢമായി ഏറ്റുപറഞ്ഞിട്ടുള്ളവനുമാണല്ലോ. അപ്പം ആയതുപോലെ തന്നെ പൊന്തിയോസ് പീലാത്തോസിൻ്റെ മുമ്പിൽ വിസ്തരിക്കപ്പെട്ട നമ്മുടെ കർത്താവിൻ്റെയും പിതാവായ ദൈവത്തിൻ്റെയും മുൻപാകെയാണ് നീ പ്രവർത്തിക്കുന്നത്, നിൽക്കുന്നതെന്നുള്ള ബോധ്യം എപ്പോഴും നിനക്കുണ്ടാകണം. അതുകൊണ്ട് നീ നിന്നെ തന്നെ എപ്പോഴും കാത്ത് സൂക്ഷിച്ചു കൊള്ളണം. നമ്മളും ഓരോ കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഇവരുടെയൊക്കെ മുൻപാകെയാണ് നമ്മൾ നിൽക്കുന്നത്. അവരൊക്കെ ഇത് കാണുകയും അറിയുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ വ്യാജ മനോഭാവത്തെ നമുക്ക് ദൈവസ്ഥനെ നമുക്ക് മറച്ചു വയ്ക്കാൻ സാധിക്കുകയില്ലല്ലോ. അതുകൊണ്ട് കർത്താവ് നേരത്തെ പറഞ്ഞതുപോലെ നീ ഊവെന്ന് പറഞ്ഞാൽ ഊവ, ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ല, അതിനപ്പുറം ദുഷ്ടനിൽ നിന്ന് വരുന്നുവെന്നുള്ള ആ ഒരു വലിയ പ്രബോധനം കൂടി ഇതിനോട് ചേർത്ത് നമുക്ക് ഉൾക്കൊള്ളാവുന്നതാണ്.
ഇനിയും അതിൻ്റെ 14-16 വാക്യങ്ങളിൽ 15-16 വാക്യങ്ങളിൽ സർവീശ്വരനായ ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്നു. വാഴ്ത്തപ്പെട്ടവനും ഏകപരമാധികാരിയും രാജാക്കന്മാരുടെ രാജാവും പ്രഭുക്കളുടെ പ്രഭുവുമായ ദൈവം യഥാകാലം ഇത് നിനക്ക് വെളിപ്പെടുത്തി തരും. അവിടുന്ന് മാത്രമാണ് മരണമില്ലാത്തവൻ. അപ്രാപ്യമായ പ്രകാശത്തിൽ വസിക്കുന്ന അവിടുത്തെ ഒരുവനും കണ്ടിട്ടില്ല, കാണുക സാധ്യമല്ല. സ്തുതിയും അനന്തമായ ആധിപത്യവും അവിടുത്തേക്കുള്ളതാണ്. അവനെ നമ്മൾ കാണുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ കണ്ണുകളാലാണ്. ആ ദൈവത്തിൻ്റെ വിശ്വാസത്തിൻ്റെ കണ്ണുകളാൽ കണ്ടുകൊണ്ട് ദൈവസന്നിധിയിൽ ഞാൻ എപ്പോഴും ആയിരിക്കുന്നു എന്നുള്ള ബോധ്യത്തോടെ നമുക്ക് നിൽക്കുവാൻ, ഈ ഭൂമിയിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതാണ്. അതിൻ്റെ 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ ദൈവാനുഗ്രഹത്താൽ സമ്പന്നനായിരിക്കുന്നവൻ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് പൗലോസ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അവരോട് പറയുന്നു, സമ്പത്തിൽ നിങ്ങൾ ആശ്രയം വയ്ക്കാതെ അവയെല്ലാം സഭയ്ക്കും സമൂഹത്തിനും നമുക്കും വേണ്ടി നൽകിയിട്ടുള്ള ബോധ്യത്തോടെ അത് മറ്റുള്ളവർക്ക് കൂടി അതുകൊണ്ട് നന്മകളെ ചെയ്യുവാൻ നിനക്ക് സാധിക്കണം. ഏതിലാണ് നീ സമ്പന്നനായിരിക്കേണ്ടത്? സൽപ്രവർത്തികളിൽ സമ്പന്നരും വിശാല മനസ്കരും ഉദാരമതികളും ആയിരിക്കുകയും വേണം. സൽപ്രവർത്തികളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സമ്പാദ്യമുണ്ടാവേണ്ടത്. അതാണ് സ്വർഗരാജ്യത്തിൽ നമുക്ക് സമ്പത്തായി പിന്നീട് നമുക്ക് ഇത് പ്രയോജനപ്പെടുന്ന കാര്യം നമ്മൾ ഓർത്തിരിക്കുക. അതുകൊണ്ട് 20-ാം വാക്യത്തിൽ പറയുന്നു, അധാർമികമായ വ്യർത്ഥഭാഷണത്തിൽ നിന്നും വിജ്ഞാന ആഭാസത്തിൻ്റെ വൈരുദ്ധ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുക. അപ്പോൾ എപ്പോഴും ആ വരാനുള്ള ലോകത്തെക്കുറിച്ചുള്ള പ്രത്യാശയോടും ദൈവാനുഭവത്തോടും ഈ ഭൂമിയിൽ ജീവിപ്പാൻ നമുക്ക് ഇടയായിട്ട് തീരണം. ഇത് 1-ാം അധ്യായത്തിൻ്റെ 1-ാം ലേഖനത്തിൻ്റെ അവസാനത്തെ അധ്യായമാണല്ലോ. ഇനി നമ്മൾ നാളെ മുതൽ തീമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം നമ്മൾ വായിക്കും. അതാണ് പൗലോസ് ഏറ്റവും അവസാനം എഴുതിയ ലേഖനമായി കാണുന്നത്. ഇതിന് ശേഷമാണ് നമ്മുടെ ബൈബിളിൽ ഫിലോമോൻ്റെ ലേഖനമുണ്ട്. വാസ്തവത്തിൽ ആ ഫിലോമോനുള്ള ലേഖനം എഴുതിയതിന് ശേഷം തൻ്റെ മരണം അടുത്ത സമയത്താണ് 2-ാമത്തെ ലേഖനം, ഈ തീമോത്തിയോസിനുള്ള 2-ാമത്തെ ലേഖനം പൗലോസ് എഴുതുന്നത് എന്നാണ് വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം. അതുപോലെ തന്നെ തീത്തോസിന് എഴുതിയ ലേഖനവും ഫിലേമോൻ എഴുതിയ ലേഖനങ്ങളൊക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം, എന്നാൽ ഇത് ഈ ഒരു സഭയ്ക്ക് എഴുതിയത് കൊണ്ട് രണ്ടും കൂടെ ചേർത്ത് ബൈബിളിൽ നമുക്ക് വായിക്കുവാനും ധ്യാനിക്കുവാനുമായിട്ട് ക്രമീകരിച്ചിരുന്നു എന്ന് മാത്രം. അപ്പോൾ 1-ാമത്തെ ലേഖനം ഇവിടെ അവസാനിക്കുന്നു. നമ്മൾ 6 അധ്യായങ്ങൾ വായിച്ചു. അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നമുക്ക് പരിശുദ്ധാത്മാവെ ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ച് അപ്രകാരം ഒരു ജീവിതം നയിപ്പാൻ തക്കവണ്ണം നമ്മെ തന്നെ പൂർണ്ണമായി നമുക്ക് സമർപ്പിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് നമ്മെ സഹായിക്കട്ടെ.